വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെ. യോഹന്നാൻ 21 1 മുതൽ. തിബരിയോസ് തടാകതീരത്ത് വെച്ച് യേശു വീണ്ടും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിപ്രകാരമായിരുന്നു: ശീമോൻ കീഫായും ഇരട്ട എന്നായി വിളിക്കപ്പെടുന്ന തോമസും ഗലീലായിലെ കാനായിൽ നിന്നുള്ള നഥാനിയേലും സഹോദരന്മാരും ശിഷ്യന്മാരിൽ മറ്റു രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ കീഫ അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ നിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു തടാകതീരത്തെ നിൽക്കുകയായിരുന്നു. അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷിക്കുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോടില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ വഞ്ചിയുടെ വലത്ത് ഭാഗത്ത് വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വീശി. അതിൽ അകപ്പെട്ട മത്സ്യങ്ങളുടെ വലിപ്പം നിമിത്തം വല വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനെ പ്രിയപ്പെട്ട ആ ശിഷ്യൻ കീഫായോട്, അത് നമ്മുടെ കർത്താവാണ് എന്ന് പറഞ്ഞു. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമോൻ കീഫ താൻ നഗ്നനായിരുന്നത് കൊണ്ട് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി തടാകത്തിൽ ചാടി യേശുവിൻ്റെ അടുക്കൽ ചെന്നു. മറ്റു ശിഷ്യന്മാർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായിരുന്നതുകൊണ്ട് അവർ ആ മത്സ്യം നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വഞ്ചിയിൽ തന്നെ വന്നു. അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലുകൾ കൂട്ടിയിരിക്കുന്നതും അതിൽ മത്സ്യം വെച്ചിരിക്കുന്നതും കണ്ടു. കുറെ അപ്പവും ഉണ്ടായിരുന്നു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങൾ കുറെ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശീമോൻ കീഫ കയറി 153 വലിയ മത്സ്യങ്ങൾ നിറഞ്ഞതായ വല കരയിലേക്ക് വലിച്ചു കയറ്റി. ഇത്രയധികം ഭാരം ഉണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട്, നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അത് കർത്താവാണെന്ന് അറിഞ്ഞിരുന്നതിനാൽ അത് ആരെന്ന് ചോദിക്കുവാൻ ശിഷ്യന്മാരിലാരും തുനിഞ്ഞില്ല. യേശു അടുത്ത് ചെന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് 3-ാം പ്രാവശ്യം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി, ആദ്യ സമയത്തിന് കടമകളൊന്നേക്കുണ്ടായിരിക്കുകയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹകരമായ 50 നോയമ്പ് കഴിഞ്ഞ് ഉയർപ്പ് പെരുന്നാളും പുതിയ ഞായറാഴ്ചയും എല്ലാം കഴിഞ്ഞ് പുതിയ ഞായറാഴ്ച ശേഷമുള്ള 1-ാം ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കുവാൻ സങ്കേതമായിട്ട് നമ്മളെ ആകർഷിച്ചുകൊണ്ടെന്ന് കർത്താവിന് നന്ദി പറയുന്നു. വന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൂരത്തുനിന്നും ചാരത്തുനിന്നും പലയിടങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അവരുടെ പ്രാർത്ഥനകൾക്കും മറുപടിയായി കർത്താവ് അനുഗ്രഹം നൽകട്ടെ എന്നും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 1-ാം ഞായറാഴ്ച പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയ്ക്കും വായിക്കേണ്ട വേദഭാഗം ഒന്ന് തന്നെയാണ്. ആ വേദഭാഗം നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടെ വായിക്കുകയുണ്ടായി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 14-ാം വാക്യത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് 3-ാം പ്രാവശ്യം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇത് 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേറെ പലർക്കും പല സാഹചര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് വേറെ പല ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റ് യേശു എന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അത് ഓരോ പ്രത്യക്ഷപ്പെടലിലും ഓരോ അനുഭവങ്ങൾ നമുക്ക് തരാനാണ്. നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കർത്താവിന് നമ്മളെ കാണാനും നമ്മളോട് ഇടപെടാനും ഒക്കെ ആഗ്രഹമുണ്ട്. അതെല്ലാം നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ, നമ്മളെ ക്രിസ്ത്യാനിയാക്കാനുമാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതം തുടങ്ങിയവരാണെങ്കിലും ക്രിസ്ത്യാനിത്വം 100% നമുക്കായിട്ടില്ല. നമ്മൾ അപൂർണരാണ്. പൂർണ്ണതയിലേക്ക് വളർത്തുവാൻ ഓരോ പ്രത്യക്ഷപ്പെടലും അനുഗ്രഹകരമാകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാ വിശുദ്ധ കുർബാനയും ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ സമയമാണ്, സാഹചര്യമാണ്. ലോകാവസാനത്തോളം കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കുർബാനയുടെ സമയത്ത് കാണാൻ കഴിയും. വിശുദ്ധ കുർബാനയുടെ സമയത്ത് തിരുശരീര രക്തങ്ങളിലൂടെ ആരാധന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ ആ കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴാണ് അത് സാധിക്കുന്നത്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു ശരീരം ധരിച്ച ഭൂമിയിൽ 31.5 കൊല്ലം കാലം താമസിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമാണ്.
പിന്നെ കുരിശിന് ചുവട്ടിൽ നിൽക്കാൻ യോഹന്നാനും കുറേ സ്ത്രീകൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ കുരിശേൽ വികൃതനായി അടികൊണ്ട് തകർന്ന് മുറിഞ്ഞ് മാംസമെല്ലാം പറഞ്ഞു പോയിട്ട് അസ്ഥിപഞ്ജരമായിട്ടാണ് കർത്താവ് ആ കുരിശ കിടന്നത്. ആയിരക്കണക്കിന് അടികളാണ് കൊണ്ടത്. ആ ഓരോ അടിയും ചൂണ്ട പോലെയുള്ള മുറിവേൽക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഈ അടിക്കുന്ന ചമ്മട്ടിയുടെ അറ്റത്തുണ്ട്. ഓരോ അടിയും കഴിഞ്ഞ് വലിച്ചൂരി എടുക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിലെ മാംസം മുഴുവനും അടന്ന് പിളർന്ന് വെളി വരുമായിരുന്നു എന്നാണ് പറയും. ഉഴവുചാല് പോലെ അവൻ്റെ പുറത്ത് അടിയുണ്ടായെന്നാണ് പറയുന്നത്. ഉഴുതുമറിക്കുന്ന മണ്ണ് ചെതറി ഇരുവശങ്ങളിലേക്ക് മാറി ഉഴവുചാലുകൾ ഉണ്ടാകുന്നത് പോലെ ആയിരുന്നു ഓരോ അടികളും. കർത്താവിൻ്റെ ശരീരത്തിലെ മാംസപേശികളെ മണ്ണ് ഉഴുതുമറിക്കുന്ന മണ്ണ് പോലെ തെറിച്ച് വെളിയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ പിന്നെ മാംസം ഇല്ലായിരുന്നു തന്നെ വേണേൽ പറയാം. അതുകൊണ്ട് അസ്ഥിപന്ദരമായി മാറി. എല്ലാ അസ്ഥികളെ എണ്ണാവുന്ന പരുവത്തിൽ മാംസം മുഴുവൻ പോയിരുന്നു. ആ ഒരു അസ്ഥിപന്ദരമായിട്ടാണ് കർത്താവ് ആ കുരിശെ കിടന്നത്. അങ്ങനെ അസ്ഥിപന്ദരം കാണാൻ വല്ല ഭംഗിയുണ്ടോ? നമുക്ക് പേടിച്ചു പോകും. ഭയങ്കരമായ ഭീകരമായ ഒരു രൂപമാണ് അപ്പോൾ ആ കുരിശെ കിടന്നത്. പക്ഷെ ആ കുരിശെ കിടന്നത് മനുഷ്യജാതിയുടെ മുഴുവൻ പാപശാപങ്ങൾ വഹിച്ച് അതിന് പരിഹാരം വരുത്താനുള്ള ഒരു ബലിയായിരുന്നു എന്നുള്ള കാര്യം യോഹന്നാനും ആ ക്രൂശിന് ചുവട്ടിൽ നിന്നൊക്കെ അറിയാമായിരുന്നു. അത് നേരത്തെ കർത്താവ് പ്രവചിച്ചിരുന്നതും പറഞ്ഞിരുന്നതുമാണ്. അത് മനസ്സിലായവരൊരു മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല, അതിൻ്റെ ആവശ്യവും ബോധ്യമായില്ല. അപ്പോൾ വികൃതനായി തകർക്കപ്പെട്ട് കിടന്നത് മനുഷ്യജാതിയുടെ മുഴുവൻ പാപശാപങ്ങൾ ഏറ്റുവാങ്ങുന്ന ആ വലിയ ബലി നടത്താൻ ആ യേശുക്രിസ്തു തന്നെ പുരോഹിതനും ബലിയുമായി തീരുകയായിരുന്നു. പഴയ നിയമകാലത്ത് മഹാപുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് കയറി യാഗം കഴിച്ച് ആ മൃഗത്തിൻ്റെ ബലി കഴിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തമെടുത്ത് ജനങ്ങളെയെല്ലാം തളിച്ചിട്ട് നിങ്ങളുടെ പാപം മോചിച്ചിരിക്കുന്നെന്ന് പറയുമായിരുന്നു. അത് ഭാവിയിൽ കാൽവറി ക്രൂശിലൂടെ കർത്താവിന് തരാൻ പോകുന്ന ആ ബലിയിലെ അനുഗ്രഹത്തിൻ്റെ മുൻകുറിയായിരുന്നു. അതുകൊണ്ട് അത് എല്ലാ കൊല്ലവും ആവർത്തിക്കണമായിരുന്നു. എല്ലാ കൊല്ലവും അങ്ങനെ ഓർപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു യാഗം ഇനി നടക്കാൻ പോകുന്നു. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ആ ദൈവം തന്നെ പുരോഹിതനും ബലിവസ്തുവുമായി ബലിമൃഗവുമായി മാറി. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടെന്ന് താൻ വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പം അങ്ങനെ ആ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ ബലിയുടെ മുൻകുറികളായിരുന്നു പഴയ നിയമത്തിലെ ദേവാലയത്തിൽ നിന്ന ബലികളെല്ലാം തന്നെ. ഇത്രയും നാളും ഈ ബലിയെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ യേശുവിനെ ബേത്ലഹേമിൽ തിരിച്ചറിയാൻ കുറച്ചു പേർക്ക് സാധിച്ചു. ഒരു ശിശുവായി പിറന്ന യേശു രക്ഷകനാണെന്നും സകല ജാതികളുടെ രക്ഷയ്ക്കായിട്ടാണ് ജനിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം മാലാഖമാർ പറഞ്ഞ കാര്യം വിദ്വാൻമാർക്ക് മനസ്സിലായി, ആട്ടിടയന്മാർക്ക് മനസ്സിലായി. പക്ഷേ ഹേരോദാവിന് മനസ്സിലായില്ല. ഹേരോദാവിന് തെറ്റിദ്ധാരണയുണ്ടായത്. ഹേരോദാവ് കുഞ്ഞിനെ കൊല്ലുന്ന ആളായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ജനനം മുതൽ മരിക്കുന്ന സമയം വരെയും താൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടയാളാണ്. തെറ്റിദ്ധാരണകൾ മധ്യത്തിലാണ് എനിക്ക് കുരിശുണ്ടായത്. ആ കുരിശ് തന്നെ നമ്മുടെ രക്ഷയ്ക്കുമായി തീർന്നു. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവരായ നമ്മൾ ഈ യേശുവിന് ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ കാണാനാണ് വിശുദ്ധ കുർബാന ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കുർബാനയിലും കർത്താവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യം ഓർപ്പിക്കുകയും ചെയ്യാൻ തക്കവണ്ണം അത് കാണിക്കുകയാണ്. പുരോഹിതൻ ഈ അംശവസ്ത്രങ്ങളെല്ലാം ഈ വിശിഷ്ട വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആരാധനയിൽ യേശുവിൻ്റെ ജീവചരിത്രം ഓർപ്പിക്കുകയും ചെയ്യാൻ പറ്റിയ വിധത്തിൽ ആ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ആ അനുഭവം നമുക്ക് വിതരണം ചെയ്യുവാൻ തക്കവണ്ണം ഇതാ എല്ലാ കുർബാനയിലും എല്ലാ കുർബാന നടക്കുന്ന ഇടങ്ങളിലും കർത്താവ് പ്രത്യക്ഷപ്പെട്ട് രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി നമുക്ക് വേണ്ടതെല്ലാം തരുന്നയാളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് കാൽവറി ക്രൂശിൽ കിടന്ന സമയം തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന മാതാവിനും യോഹന്നാനും കൂടെ നോക്കെല്ലാം വേണ്ട അനുഗ്രഹങ്ങൾ കൊടുത്തു. അതാണ് സഭയുടെ അവരെ അടിസ്ഥാന കല്ലുകളാക്കി മാറ്റിയത്. ഇന്നിവിടെ വന്നിരിക്കുന്നവർക്കും കർത്താവിന് പറയാനുള്ളത്, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന അവരെ പോലെ നിങ്ങൾ ഈ സങ്കേത ഭവനത്തിലെ യാതൊരു സൗകര്യമില്ലാത്ത ഈ ഷെഡിൻ്റെ കീഴിൽ വന്നിരിക്കുക. കുരിശിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ യാതൊരു സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ഈ കുർബാന അർപ്പിക്കുന്നത്. തുരുമ്പ് പിടിച്ച
ആ ഷീറ്റിലിരിക്കുന്ന താഴത്തെ ഹോള് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് അലൂമിനിയം ആയതുകൊണ്ട് തുരുമ്പിടിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ലോകപ്രകാരം നോക്കിയാൽ വൃത്തികെട്ടതും ഒരു ഭംഗിയില്ലാത്തതുമായ ആകൃതവും പ്രകൃതവുമായ ആ ഒരു സ്ഥലത്ത് ഈ കുർബാന ഇങ്ങനെ നടത്തുക. ഇപ്പോൾ എത്രയും സൗകര്യം. ഇതൊരു കോഴിക്കോടായിരുന്നു. ആ കോഴിക്കോടിൻ്റെ മേൽക്കൂരയും പോയി അതിങ്ങനെ ഒരു തറയായിട്ട് ഇവിടെ കിടന്ന് അവിടെയോട്ട് ഓല കെട്ടി ആദ്യം ചെറിയ ഷെഡായിട്ടാണ് തുടങ്ങിയത്. ഇതിനോട് ഒരു പിരിവും നടത്തിയിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ആരാധിക്കാൻ വന്നവർക്ക് അനുഗ്രഹം കിട്ടിയപ്പോൾ ഇത്രയും സൗകര്യം പോരല്ലോ എന്ന് ചോദിച്ചാൽ ഓരോ സൗകര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇത്രയും വരെ ഒന്ന് നിൽക്കുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശുവിനെ ഈ ലോകത്തിൽ മനസ്സിലായവർ വളരെ ചുരുക്കമാണ്. ആ യേശുവിൻ്റെ ലോകാവസാനം വരെയുള്ള ഈ ഭൂമിയിലുള്ള പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്ന ഒരു ചുരുക്കമാണ്. എന്നാൽ ആ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടാനുള്ള ഭാഗ്യം തന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുക. ഈ ആരാധന സ്ഥലത്ത് ബേത്ലഹേം മുതൽ കാൽവറി മല വരെ മനുഷ്യജാതിയുടെ പാപശാപങ്ങൾ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായി ബലിയായി തീർന്ന ആ യേശു ഇതാ ഇന്നിവിടെ ഈ വിശുദ്ധ ബലിപീഠത്തിൽ കാസായാലും ബീലാസായാലും വന്നിരിക്കുന്നു. എത്ര നാളായി ഇത് കാഴ്ച തുടങ്ങിയിട്ട്? യേശുവിനെ നിങ്ങൾ കണ്ടോ? യേശുവിനെ കണ്ടു കിട്ടിയാൽ മതി, യേശുവിനെ തിരിച്ചറിഞ്ഞാൽ മതി. അവൻ നമുക്ക് വേണ്ടി സകലതും കരുതുന്നവനാണ്. എന്തൊക്കെയാ കരുതൽ? നമ്മുടെ ആത്മശരീര മനസ്സിലുള്ള ആവശ്യങ്ങൾ മുഴുവൻ സാധിക്കാൻ പറ്റിയ വിധത്തിലാണ് യേശു ബലിയായി തീർന്നിരിക്കുന്നത്. അവൻ നമുക്ക് ആഹാരപാനീയമായി മാറിയിരിക്കുകയാണ്. യേശുവിൻ്റെ തിരിച്ചു രക്തങ്ങൾ ആഹാരപാനീയമായി അവൻ നമുക്ക് തരുന്നു. നമ്മുടെ ദാഹവും വിശപ്പും തീർക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ പലതരത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെട്ടവിടെ എല്ലാം അവിടെ ഓരോ പ്രശ്നം പരിഹരിക്കാനാണ് പ്രത്യക്ഷപ്പെട്ടത്. ഉയർപ്പിൻ്റെ ആ അതിരാവിലെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് വന്ന മഗ്ദല മറിയത്തിൻ്റെ ദുഃഖമാണ് ആദ്യം കർത്താവ് തീർക്കുന്നത്. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കരയുന്നവരെ തേടി വരുന്ന കർത്താവ്. ഇന്നിവിടെ വന്നിരിക്കുന്നവർക്ക് ചില കരച്ചിലൊക്കെ ഉണ്ട്, പല കാര്യങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് വന്നിരിക്കുന്നു. അങ്ങനെ കർത്താവ് നീ കരയുന്ന എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കവർങ്ങിൽ വന്ന് ആ മഗ്ദല മറിയത്തിൻ്റെ ദുഃഖമൊക്കെ തീർത്ത് സുവിശേഷകയാക്കി മാറ്റി കർത്താവിൻ്റെ മറ്റ് സഹോദരരായ ആ അപ്പോസ്തലന്മാർക്ക് യേശുവിനെ കുറിച്ച് പിന്നെ അറിയിപ്പ് കൊടുക്കാനുള്ള നിയോഗവുമായി പോകുന്ന രംഗം നമ്മൾ കണ്ടു. അങ്ങനെ ഒരാളുടെ ദുഃഖം തീർന്നു. അപ്പോസ്തലന്മാർക്കെല്ലാം ഓരോ ദുഃഖം ഉണ്ടായിരുന്നു. ആ ദുഃഖം തീർക്കാൻ ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. സംശയരോഗം മാറാതിരുന്ന തോമായെ കാണാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെടൽ സംശയരോഗം മാറ്റാനായിരുന്നു. അപ്പോൾ ഓരോ പ്രത്യക്ഷപ്പെടലിൽ ഇങ്ങനെ ഓരോ പ്രശ്നം പരിഹരിക്കാനും കൂടി ആ കർത്താവ് വരുന്നത്. ഈ കുർബാന തക്സായിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ആരാധനയ്ക്ക് വരുന്നവരുടെ ആത്മീയവും മാനസികവും ശാരീരികമായ മുറിവുകൾ, ചതവുകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മാറ്റുവാൻ ഈ ജീവന്റെ അപ്പം ഉതകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ കർത്താവിന്റെ ശരീരരക്തങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഈ ആദ്യത്തെ കുർബാനയിൽ യോദോസ് അറിയാത്തത് അനുഭവിച്ചിട്ട് കെട്ടിയാന്നിയാകേണ്ടി വന്നു. ആ ഗതികേടും വരരുത്. അപ്പോൾ യോദോസ് അറിയാത്ത കുർബാന അനുഭവിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഈ കുർബാന അനുഭവിച്ചിട്ടും ചൊല്ലിച്ചിട്ടും പീഡിതരായവരും രോഗികളായവരും മരിച്ചുപോയവരും അകാലമുത്തിനരായവരും എല്ലാ തലമുറയിലും ഉണ്ട്. നമ്മൾ ആ കൂട്ടത്തിലാകരുതെന്ന് പ്രാർത്ഥിച്ചോ. യൂദാസ് അറിയാത്ത യേശുവിനെ ഒട്ടും മനസ്സിലായില്ല. യൂദാസ് അറിയാത്തയുടെ കണക്ക് മുഴുവൻ തെറ്റി. അതുകൊണ്ട് അവൻ യേശുവിനെ വിൽക്കേണ്ടി വന്നു. അവസാനം അവൻ്റെ കണക്കെല്ലാം തെറ്റിയപ്പോൾ അവന് നിരാശയുടെ ഒരു ദുഃഖം വന്നു. അവന് വേണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാമായിരുന്നു, കർത്താവിനോട് ഏറ്റുപറയാമായിരുന്നു. പക്ഷേ അന്നുണ്ടായിരുന്ന ദേവാലയത്തിലുള്ളവരുടെ അടുത്ത് പോയി ഞാൻ കുറ്റമില്ലാത്ത ആളിനെയാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ ആ പൈസ അവിടെ എറിഞ്ഞേച്ചു പോയെന്നാണ് പറയും. കണക്ക് മുഴുവൻ തെറ്റി. പക്ഷെ രക്ഷപ്പെടാനൊത്തില്ല. ആത്മഹത്യയിലേക്ക് താൻ നീങ്ങി. ഈ ഗതികേട് നമുക്ക് വരല്. കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടൽ നമ്മുടെ ദുഃഖം തീർക്കാനും നമ്മുടെ പാപപരിഹാരത്തിനുമായിരുന്നെങ്കിൽ അത് 100% നമ്മൾ കൈപ്പറ്റിയോ എന്ന് പരിശോധിക്കണം. കർത്താവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ മഗ്ദല മറിയത്തിൻ്റെ ദുഃഖം തീർക്കാനായിരുന്നെങ്കിൽ പിന്നത്തെ പ്രത്യക്ഷപ്പെടൽ 11 ശിഷ്യന്മാരുടെ ദുഃഖം തീർക്കാനായിരുന്നു. അവർ ഗലീല മലയിൽ യേശുവിനെ കണ്ടപ്പോൾ കാലയെ പിടിച്ച് വന്നിച്ച് ആരാധിച്ചു എന്നാണ് പറയും. ഇങ്ങനെ കർത്താവിൻ്റെ കാലയെ പിടിക്കാനും കർത്താവിനെ സ്പർശിക്കുവാനും കർത്താവിനെ കാണാനുമുള്ള വേദി അവസരം എല്ലാ കുർബാനയിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കുർബാനയും പുത്തൻ കുർബാനയാണ്. ഓരോ കുർബാനയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ പടികളിൽ നമ്മളെ കൈപിടിച്ച് കർത്താവ് വഴി നടത്തി പൂർണ്ണതയിലേക്ക് ആനയിക്കുകയാണ്.
ഇന്നിതാ മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണ്? പാഴ്പണി ചെയ്ത 7 പേർക്ക് ആശ്വാസം കൊടുക്കാനാണ്. കർത്താവിനോട് ചോദിക്കാതെ ബോറടിച്ചപ്പോൾ പാഴ്പണി നടത്താൻ വേണ്ടി രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയ പത്രോസിനെയും കൂട്ടുകാരെയും കർത്താവ് ആ കടലിൻ്റെ തീരത്ത് നേരം വിളക്കുന്നവരെ കാത്തിരുന്നവർക്ക് ആഹാരവും അവർക്ക് വേണ്ട സാന്ത്വനത്തിനുള്ള എല്ലാ കാര്യങ്ങളും കരുതി വെച്ചിട്ട് കാത്തു നിൽക്കുന്ന യേശുവാണ് അവരെ ആശ്വസിപ്പിച്ചത്. ഒന്നും പിടിക്കാത്ത രാത്രിയിൽ കർത്താവ് പറഞ്ഞെടുത്ത് വില വീശി വല നിറയെ മത്സ്യവുമായി അങ്ങനെ 153 വലിയ മത്സ്യങ്ങളെ പിടിച്ചു കയറ്റി അതും കൂടി എടുത്ത് ആഹാരമാക്കി. അങ്ങനെ കർത്താവ് കൊണ്ടുവന്നും അവർ പിടിച്ചതുമായ ആഹാര സാധനങ്ങൾ അവർ കഴിച്ച് സന്തുഷ്ടമായി അവിടെ ദുഃഖം മാറ്റിയ സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 1-ാം ഞായറാഴ്ച നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ദുഃഖം തീർക്കുവാനുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലാകട്ടെ എന്ന് ആശംസിക്കുന്നു. പാഴ്പണികൾ നടത്തി നിരാശപ്പെട്ട ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നിടത്ത് വീശാൻ പഠിച്ചാൽ മതി. കർത്താവ് പറയുന്നതനുസരിച്ച് വീശാമെങ്കിൽ നമുക്ക് വല നിറയെ കിട്ടും. അത് അനേകരെ ആശ്വസിപ്പിക്കാൻ ഉതകുന്നതായിരിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്ക് ഇപ്പോൾ നൽകുകയാണ്. ഇപ്പോൾ ലോകത്തിൽ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ലക്ഷക്കണക്കിന് കുർബാന നടന്നു കഴിഞ്ഞു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് കണക്കെടുത്തപ്പോൾ പറയുന്ന 5 ലക്ഷം കുർബാനയെങ്കിലും ഇപ്പം നടന്നിട്ടുണ്ട്. എല്ലാ സഭകളിലെയും കുർബാനയുടെ കണക്ക് നോക്കിയാൽ എല്ലാ മിനിറ്റിലും കുർബാനകൾ നടന്നുകൊണ്ടിരിക്കുക. ഒരിടത്തെ തീരുമ്പോൾ വേറെ തുടങ്ങും. അങ്ങനെ പല സ്ഥലങ്ങളിലായി 5-6 ലക്ഷം പള്ളികളിൽ ആരാധന സ്ഥലങ്ങളിൽ കുർബാന നടന്നു കഴിഞ്ഞു. അത് പിന്നെ തുടരുക. അടുത്ത കുർബാന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കുർബാനയിൽ കൂടി എല്ലാം കർത്താവ് പുത്തൻ കുർബാനയായി, പുത്തൻ ജീവന്റെ അപ്പമായി, ജീവന്റെ ശക്തിയായ അനുഗ്രഹമായി അനുഭവത്തിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുഭവം എന്താണ്? ഇന്നത്തെ കർത്താവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷപ്പെടൽ നമ്മുടെ ഏത് ഇല്ലായ്മയാണ് പരിഹരിക്കുന്നത്? നമ്മുടെ ഏത് ദുഃഖമാണ് പരിഹരിക്കുന്നത്? വളരെ ദൂരെ നിന്ന് വന്ന ഒരു കുടുംബം വൈകി ഇവിടെ എത്തി. അവർ വളരെ നേരത്തെ ഒരുങ്ങി ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ പോയി ഡോക്ടർ പറഞ്ഞതനുസരിച്ച് സങ്കേത ഭവനത്തിൽ പോയി അവിടുത്തെ അനുഗ്രഹം ഭാവിക്കുക, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു വിട്ട ഒരു കുടുംബം ഇവിടെ വന്നിരിപ്പുണ്ട്. ഇപ്പോൾ അവരെ സ്വാഗതം ചെയ്യുന്നു. അവരെ ത്രോണോസിലേക്ക് നോക്കുക, ആ ചുവന്ന തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ കുരിശിലേക്ക് നോക്കുക. കർത്താവ് നിങ്ങളോട് എന്താ നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്, എന്താ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചതിന് പരിഹാരവുമായി വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ ചില സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. നമ്മുടെ കണക്ക് പലതും തെറ്റിപ്പോയി. കർത്താവിനോട് ചോദിക്കാതെ നമ്മൾ ചെയ്തതിൻ്റെ പരാജയബോധം നമുക്കുണ്ട്. നമ്മൾ ദൈവത്തെ നോക്കേണ്ട പകരം മനുഷ്യരെ നോക്കിയതിൻ്റെ കേസ് നമ്മുടെ പേരിലുണ്ട്. ഇതെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് നോക്കുമ്പോൾ 3-ാം പ്രാവശ്യം ഉയർത്തുന്നതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട കർത്താവ് ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമായിരിക്കും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്? എത്ര കൊല്ലമായി പരിപാടി ഇവിടെ തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി ഭൂമിയിലെ നമ്മുടെ ഇടവപ്പള്ളിയിലെ കുർബാന തുടങ്ങിയിട്ട്? ഇടവപ്പള്ളികളിലും പുണ്യസ്ഥലങ്ങളിലും എല്ലാമായി നമ്മൾ എത്രയോ പ്രാവശ്യം കുർബാനയെ സംബന്ധിച്ചു. എന്നിട്ട് കർത്താവ് നമുക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ വിശപ്പും ദാഹവും സങ്കടവും തീർക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പ്രശ്നത്തിന് അതിനെന്താ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? കർത്താവിനെ മനസ്സിലാക്കാതെ നിരാശരായി അലഞ്ഞൊലഞ്ഞു നടന്നവരെ കർത്താവ് തേടി പോകുന്നതായിട്ട് കാണും. എമ്മോസിലേക്ക് നടന്ന ശിഷ്യന്മാരെ തേടി പിടിച്ചതുപോലെ തന്നെ, തോമാസ്ലിയായെ കണ്ടതുപോലെ തന്നെ ഈ 7 പേരെ 3-ാം പ്രാവശ്യം വന്ന് കണ്ട് വേറെ 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. ഇതെല്ലാം വേദപുസ്തകത്തിലെ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെയും ഓരോ കുർബാന പുത്തൻ കുർബാനകളായി സഭാചരിത്രത്തിൻ്റെ പുതിയ പുതിയ ഏടുകളായി മാറേണ്ടതാണ്. നമ്മൾ യേശുവിനെ കണ്ട്, യേശുവിനെ തൊട്ട്, യേശുവിൻ്റെ ജീവൻ്റെ അപ്പം കഴിച്ച് നിത്യജീവൻ്റെ അനുഭവമുള്ളവരായി ഈ ലോകത്തിൻ്റെ അറ്റങ്ങളോളം സാക്ഷികളാകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ അനുകരിക്കണം, യേശുവിനെ സാക്ഷിക്കണം. ഇത്രയും നാളായിട്ട് നമുക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ, മാമോദിസായിൽ നമ്മൾ ജനിച്ച് യേശുവിനെ നമ്മൾ വേണ്ടിടത്തോളം വളർത്തിയിട്ടില്ല. യേശുവിനെ വളർത്തിയാൽ മതി. കാൽവറി ക്രൂശിന് ചുവട് വരെ അവനെ അനുഗമിച്ചാൽ മതി, വേണ്ടതെല്ലാം തന്നിരിക്കും. ഈ ഇന്നത്തെ വേദഭാഗത്തിനകത്തുള്ള ഏറ്റവും പ്രത്യാശ നൽകുന്ന കാര്യം അതാണ്. കർത്താവിൻ്റെ കൂടെ കാൽവറി മല വരെ, ആ കുരിശിന് ചുവട് വരെ യാത്ര ചെയ്ത മാതാവിനാണ് കർത്താവ് ആദ്യ സമ്മാനം കൊടുത്തത്. മാതാവേ, ഇത്രയും നാൾ എന്നെ വളർത്തിയതിന് നന്ദി. ഞാനിനിയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഈ അമ്മയെ നോക്കാൻ ഒരാൾ വേണമല്ലോ. എൻ്റെ മാൽശാരി എൻ്റെ ആ പ്രിയപ്പെട്ട യോഹന്നാനെ മോനായിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. മോനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഈ അമ്മയെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇത്രയോടെ എഴുതിയിട്ടുള്ളൂ.
പിന്നെ അവിടെ നിന്നവരോടും കർത്താവ് വല്ലതൊക്കെ പറഞ്ഞു കാണൂല്ലേ? മക്തല മറിയത്തിനോട് പറഞ്ഞാൽ നിനക്കും ആരുമില്ലല്ലോ, നീ അമ്മയുടെയും മോൻ്റെയും കൂടെ നീയും കുടിക്കും. അവിടുത്തെ വനിതാ പോലീസായിട്ട് സെക്യൂരിറ്റി ആയിട്ട് അവിടെ പണി കിട്ടി കാണും. അപ്പോൾ ആ മാതാവിൻ്റെയും യോഹന്നാൻ്റെയും വീട്ടിൽ കാവൽക്കാരിയായിട്ട് തൂപ്പുകാരിയായിട്ട് അടുക്കളപ്പണിയൊക്കെ ചെയ്ത് അവരെ സഹായിച്ചുകൊണ്ട് നിന്ന ജീവിതമായല്ലോ. അങ്ങനെ ഒരു ജോലി അവിടെ കൊടുത്തു. ബാക്കി നിന്ന ആ സ്ത്രീകൾക്ക് ദൂരെ മാറുന്ന ചിലരുടെ പേര് പറഞ്ഞിട്ടില്ല. വ്യക്തിമായി ചിലപ്പോൾ അങ്ങേപ്പുറം കാണും. വ്യക്തിമായി എന്ന് പറഞ്ഞൊരുത്തന് ദൂരെ നിന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് അമ്മയും മോനൊക്കെ നിൽക്കുന്നിടത്ത് ഞാൻ എന്തിനാണ് പോകുന്നത്, അയാൾ ഇത് നോക്കി കണ്ട് സന്തോഷിച്ച് കാണും. ഇങ്ങനെ കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ശതാധിപന് ഒരു വെളിപ്പാടിവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ തന്നെ ആ രക്ഷയുടെ അനുഭവം അവിടുന്ന് കിട്ടി. ആ കാൽവറി ക്രൂശിൽ ഒരു വലത്തുവശത്തെ കള്ളനെ ഇവൻ രാജാവാണ്, രക്ഷകനാണ്, ഇവൻ രാജ്യത്വം പ്രാപിച്ച് വരാൻ പോവുക, ഇവൻ കുറ്റം ചെയ്തിട്ടല്ല, കുറ്റം വഹിക്കാൻ വേണ്ടിയാണ് ഇവന് കാൽവറി യാഗത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കി അവിടെ ഒരു പ്രാർത്ഥന നടത്തി അവനെ പർദീസയിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആ കള്ളൻ്റെ കാര്യം എല്ലാ കുർബാനയിലും പാട്ട് പാടുന്നില്ലേ? മരമോദിന് പേര് കർത്താവേ കള്ളന് കിട്ടിയതിൻ്റെ വരെ ഞങ്ങൾക്കും കിട്ടിയിട്ടാണ് പോകുന്നത്. പാടിയിട്ട് അങ്ങ് പോകുന്നു, പക്ഷേ കിട്ടിയിട്ടാണ് പോകുന്നത്. ഓരോ ദിവസത്തെയും പ്രാണൻ ഈ കുരിശിൻ്റെ പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ പർദീസായിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ മാറിലെത്തിച്ചു വരും എന്നുള്ള കാര്യം കൊലോസ്യർ 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ വലത്തുവശത്തെ കള്ളനെ പോലെ നമ്മുടെ കുറ്റം ചെയ്തിട്ടാണ് നമുക്ക് രോഗവും പാപവും ശാപവും ഒക്കെ വന്നത്. കർത്താവിന് കുറ്റം ചെയ്യാതെ കുറ്റക്കാരെ വഹിച്ചതുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ള ആ തിരിച്ചറിവുണ്ടായിരുന്നു. നമുക്ക് ആ തിരിച്ചറിവുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഈ കുരിശിന് ചുവട്ടിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും രക്ഷാകരമാക്കാൻ സാധിക്കും. നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിന് നന്ദി പറയണം, സ്തോത്രം പറയാനാ. അപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത്രേ എനിക്ക് വന്നുള്ളല്ലോ, ഞാൻ അർഹിക്കുന്ന കഷ്ടത എനിക്ക് വന്നിട്ടില്ല, ശകലം കിട്ടിയെന്നേ ഉള്ളൂ, അതെൻ്റെ ശുദ്ധീകരണത്തിനാണ്, നന്ദി എന്ന് പറയുമോ? അങ്ങനെ പറയാനുള്ള ഉൾക്കാഴ്ച ലഭിക്കണം. നമ്മുടെ കണ്ണ് തുറക്കാമെങ്കിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന നാശം, നഷ്ടം, കഷ്ടം, സങ്കടം, ദുഃഖം മുതലായിരിക്കില്ല നന്ദി പറയാൻ സാധിക്കും. ഇതെല്ലാം കർത്താവ് സഹിച്ചതിൻ്റെ ബാക്കി സ്വല്പം നമുക്ക് പൂരിപ്പിക്കാൻ തന്നിരിക്കുന്ന കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉൾക്കാഴ്ചകൾ, ഈ തിരിച്ചറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ മുൻകുറിയായിട്ടാണ് യെബൂസായിൻ്റെ കളത്തറയിലെ യാഗത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. യെബൂസായിൻ്റെ കളത്തറയിൽ ഒരു യാഗം കഴിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, ബാധകൾ ഒഴിവായി, അനേകർക്ക് ആശ്വാസം ലഭിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. 1:21 ഉണ്ട് ആ കാര്യം. അപ്പം നമ്മുടെ ക്ഷാമം, രോഗ, ശത്രുത മുതലായവ ദൈവത്തെ കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ചിന്തിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് അതിൻ്റെ നമുക്ക് തന്നതാണ്. അതൊരു യാഗം കഴിച്ചപ്പോഴാണ് താൽക്കാലിക ശമനം വന്നെന്ന് രാജാക്കന്മാരുടെ കാലത്ത് 2 ശമൂവേൽ 24-ലും 1:21 ഒക്കെ പറയുന്നുണ്ട്. ആ കാര്യമാണ് യെബൂസായിൻ്റെ കളത്തറയിലെ യാഗം പോലെ ഈ കുർബാന അംഗീകരിക്കണമെന്ന് പറഞ്ഞ പിതാക്കന്മാർ പാടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ യെബൂസായിൻ്റെ കളത്തറയിലെ യാഗം പോലെ മനുഷ്യജാതിക്ക് മുഴുവന് വേണ്ടി ബലിയായി തീർന്ന യേശുവെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ എന്ന് പറഞ്ഞ് പിതാക്കന്മാർ വിശുദ്ധ കുർബാന സമാപിപ്പിക്കുന്നു. നമുക്ക് ആ അനുഭവം, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്ന വേദിയായി കുർബാനയെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും തീർക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ മറുപടി പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്ന് ഇതിനെ ദഹിപ്പിക്കുകയും ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. എല്ലാ കുർബാനയിലും പരിശുദ്ധാത്മാവ് പുത്തനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വന്നു, കഴിഞ്ഞ ദിവസം വന്നു. അങ്ങനെ എല്ലാ കുർബാനയിലും പുത്തൻ കൃപയുമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തീയായിട്ട് വരുന്നുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ തീ കത്തിക്കണ്ടേ? ഇന്നലെ കത്തിച്ചെന്ന് പറഞ്ഞ് ഇന്ന് കത്തിക്കാതിരിക്കാനൊക്കെ, എന്നും കത്തിച്ചാലേ അന്നത്തെ ആഹാരം പാകം ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ ജീവന്റെ അപ്പം ചുട്ടു തരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്നിട്ട് വേണം നമ്മളെ തന്നെ ജീവന്റെ അപ്പമായി കർത്താവ് മാറ്റുക. അപ്പം അങ്ങനെ കർത്താവിന് വാഴ്ത്താനും മുറിക്കാനുമുള്ള ജീവന്റെ അപ്പമായി നമ്മൾ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിൽ വന്ന് നമ്മളെ ചുട്ടെടുത്ത് അപ്പമാക്കി മാറ്റണം. രാത്രികാലങ്ങളിലെ നമ്മുടെ യാഗരണ പ്രാർത്ഥനയിൽ ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി ശുശ്രൂഷക്കാരൻ മാവ് കുഴച്ച് പുളിപ്പ് ചേർത്ത് പാത്രത്തിൽ വെച്ച് അത് പൊങ്ങി വന്ന് വെളുപ്പിനെ അത് അപ്പമാക്കുന്നത് പോലെ ഇത് ഒരു 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഒരു വിശുദ്ധ കുർബാന. ഓർത്തഡോക്സ് സഭയിൽ
24 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു കുർബാന ഒരച്ഛൻ ഒരു പള്ളിയിൽ ചൊല്ലുകയുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ഒരു ദിവസത്തെ ജീവൻ കർത്താവിനെ വാഴ്ത്താനും മുറിക്കാനുമുള്ള അപ്പം ഉണ്ടാക്കാനുള്ള സാധനമാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ സന്ധ്യ മുതലുള്ളതായ നമ്മുടെ ജീവനശക്തിയും ഈ അപ്പം ചൂടാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ പ്രാർത്ഥന കഴിയുമ്പോൾ ഞായറാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. ആ രാത്രി മുഴുവനും അത് പരിശുദ്ധാത്മാവിൻ്റെ പുളിപ്പിൽ അത് വളർന്ന് ജീവൻ്റെ അപ്പം ചൂടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായിട്ട് അത് തീ കനലിൻ്റെ പുറത്ത് വെച്ച് അത് ചുട്ടെടുക്കുന്നതായിരുന്നു പഴയ പതിവ്. ഇപ്പോഴാണ് ഹീറ്ററും മറ്റ് ഗ്യാസും ഒക്കെ വന്നത്. ആദ്യം അത് തീ കനലിൽ വെച്ച് കർത്താവ് ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് തീ കനലിൻ്റെ പുറത്താണ്. എവിടെയാ ഈ എന്ന് പറഞ്ഞ 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവ് അപ്പം ഉണ്ടാക്കാൻ അറിയാം. തീ കനലിൻ്റെ പുറത്ത് അപ്പം ഉണ്ടാക്കി മീനും ചുട്ടു കൊടുത്തു. അപ്പവും അപ്പം കനലിൽ ചുട്ടൊരു മീനും ചേർത്തൊരു കാപ്പി കൊടുത്തു, ആഹാരം കൊടുത്തു. അപ്പം അങ്ങനെ കർത്താവ് നമുക്കുള്ള വേണ്ട കരുതിക്കൊണ്ടാണ് വരുന്നത്. നമ്മളെ കൊണ്ട് പിടിപ്പിച്ച് നമ്മുടേതും കൂടി അങ്ങോട്ട് ചേർക്കും. അപ്പം ഇന്ന് കർത്താവിൻ്റെ കാപ്പിക്ക് നമുക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? നമുക്ക് തരാനുള്ളതായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. നമ്മൾ പിടിച്ചതും കർത്താവ് പിടിച്ചതും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്ന എത്ര രസമാണ്. അങ്ങനെ കർത്താവ് നമുക്ക് എല്ലാ ദിവസവും നമ്മളെ സന്ദർശിക്കുകയും നമുക്ക് അനുഗ്രഹം തരാനുള്ള ജീവൻ്റെ അപ്പമായി നമ്മളെ മാറ്റി കർത്താവ് നമ്മളെ എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്ത് ബാക്കി കർത്താവിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കും എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഈ 3-ാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യക്ഷതയെ ഓർക്കുന്ന ദിവസത്തിൽ നമ്മുടെ പാഴ്പണികൾ ചെയ്ത് ക്ഷീണിച്ചു പോയ നമ്മളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് കൊണ്ടുവന്ന അപ്പമായിരുന്നു അതിൽ നമ്മൾ പിടിച്ചതുകൊണ്ട് കർത്താവ് കൊണ്ടുവന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിരിക്കുക. ഈ അനുഭവം എല്ലാ കുർബാനയിലും നമുക്കുണ്ടാവും. ആ പ്രതീക്ഷയോടെ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും തീർക്കുന്ന കർത്താവിന് നന്ദി പറയാം. ഈ കർത്താവ് ആ ശിഷ്യന്മാർക്ക് ധൈര്യം നൽകി. കർത്താവ് അവരെ വെറുക്കുന്നില്ല, അവരെ തള്ളിയിട്ടില്ല. കർത്താവിനെ അവർ തള്ളിയെങ്കിലും കർത്താവ് അവരെ തള്ളുന്നില്ല എന്നുള്ള കാര്യം തെളിയിച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. വല്ലതും ഉണ്ടോയെന്നേ ചോദിച്ചുള്ളൂ. കൂട്ടാൻ വല്ലതും ഇല്ലെന്നറിയാം. ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മുറി വെക്കും. കാരണം ചോദിക്കാതെ പോയതിൻ്റെ ശിക്ഷയാണ് എന്നൊക്കെ. അതുകൊണ്ട് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. സ്നേഹിക്കുന്നുണ്ടോയെന്നേ ചോദിച്ചുള്ളൂ, സ്നേഹം തന്നെ പോയെന്ന് ചോദിച്ചില്ല. അപ്പോൾ 2 കുറവുകൾ കർത്താവ് അവർക്ക് ചൂണ്ടിക്കാണിച്ചത് എങ്ങനെയാണ്? പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയാൻ പഠിക്കണം. നെഗറ്റീവായിട്ട് പറയുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നിരാശയും അസ്വസ്ഥതയൊക്കെ വരുന്നത്. അത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവിനെ അനുകരിക്കേണ്ട ഒരു കാര്യം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും പലപ്പോഴും പരിഹസിക്കേണ്ടി വരും, കുറ്റം പറയേണ്ടി വരും. പക്ഷേ യേശുവിൻ്റെ മാതൃകയിൽ പോസിറ്റീവായിട്ട് പറഞ്ഞാലേ അവരെ നേടാനൊക്കെ ഉള്ളൂ. എന്തെങ്കിലും കുറ്റം വന്നു പോയാൽ അത് വെച്ചുകൊണ്ട് കുത്തുവാക്ക് പറഞ്ഞ് അവരെ മുറിപ്പെടുത്തി അപമാനിച്ച് തല്ലി ചതച്ച് എത്രയോ ഹൃദയങ്ങൾ പൊടിഞ്ഞു പോകുന്നു. വിവാഹമോചനത്തിലേക്ക് നടക്കുന്ന കുടുംബ പ്രശ്നത്തിൻ്റെ കാര്യം ഇതാ. കർത്താവിൻ്റെ ഈ മാതൃകയില്ല. കുറവുണ്ടോയെന്ന് അവരാ പറയേണ്ടത്. കുറവ് ഉണ്ടെങ്കിലും അവരെ സ്നേഹിച്ച് കാണിക്കണം. അവർ സങ്കടം കേട്ട് അവരെ ആശ്വസിപ്പിച്ച് അങ്ങനെ അവരെ സ്നേഹിക്കുന്നെന്നും അവരെ കരുതുന്നെന്നും തെളിയിക്കാമെങ്കിൽ അകന്നു പോയവരൊക്കെ തിരികെ വരും. അവരോടത്തെ അത്താഴം കഴിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ വലിയ പാഠം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വേദഭാഗത്തിനകത്തെ 2 സംഭവം, സ്നേഹം കുറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞെന്ന് പറഞ്ഞില്ല, സ്നേഹം ഉണ്ടോയെന്നേ ചോദിച്ചുള്ളൂ. അപ്പം ഒന്നും കിട്ടാത്ത പാഴ്പണി ചെയ്തപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നല്ലേ ചോദിച്ചാൽ വലുതുണ്ടോയെന്നേ ചോദിച്ചുള്ളൂ. ഇല്ല, എന്നാ ഇങ്ങോട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ മനോഭാവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയവരെയും അകന്നു പോയവരെയും നമ്മളെ വിട്ടിട്ട് പോയവരെയും നേടിയെടുത്ത് ഒരിടയനും ഒരു തൊഴുത്തുമായി അങ്ങനെ യേശുവാകുന്ന ഇടയൻ്റെ കൂടെ ആ തൊഴുത്തിലെ ആടുകളായി നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കേണ്ട ഒരു നല്ല നാളെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഓൾ സെയിൻസ് എക്യുമെനിക്കൽ ഫെലോഷിപ്പ് സെൻറ്റർ എല്ലാ സഭകളെയും എല്ലാ വ്യക്തികളെയും യേശുവിൽ ഒന്നാക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ബാഹ്യമായ സൗന്ദര്യമോ ബാഹ്യമായ കെട്ടിടങ്ങളോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. ഉള്ള സൗകര്യത്തിൽ ഒരു കോഴിക്കോടിനകത്ത് വെച്ച് ഈ കാര്യമൊക്കെ പറയുക. കാരണം എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് അറിയാനൊക്കെ വരുമ്പം പോകണ്ടേ. കർത്താവ് ഒരു വലിയ കെട്ടിടം പണിതിട്ടാണോ സഭ തുടങ്ങിയത്? അല്ല. കർത്താവ് വീടുണ്ടാക്കി വെച്ചാണോ? പ്രസവിക്കാനിടയില്ലാഞ്ഞിട്ട് ഗോശാലയിൽ കിടക്കേണ്ടി വന്നു. കർത്താവ് ഉള്ള സൗകര്യത്തിൽ ജീവിച്ചിട്ട് വല്ലതും മാറ്റിവെച്ചോ? നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഈ മാതൃക. അപ്പോൾ യേശുവിനെ കിട്ടിയാൽ മതി, യേശുവിൻ്റെ മാതൃകയിൽ പോയാൽ മതി. നമുക്ക് വേണ്ടതെല്ലാം നിവർത്തിച്ചിട്ട് നിവൃത്തിയായെന്ന് പറഞ്ഞു പോകാൻ സാധിക്കും. ഇന്ന് എന്തെല്ലാം ഉണ്ടായിട്ടും നിവൃത്തിയായെന്ന് പറഞ്ഞു പോകാൻ കഴിയാതെ അനേകർ വെള്ളം കിട്ടാത്തത് പോയി വിഷമിക്കുന്നുണ്ട്. ആ ഗതിയായിട്ട് നമുക്ക് വരരുത്. ഇന്നിപ്പോൾ വാങ്ങിപ്പോയവർ, നല്ല പ്രത്യാശയോടെ വാങ്ങിപ്പോയവർ അമ്മച്ചിയെ ഓർക്കാൻ പോവുക. എന്താ വാങ്ങിപ്പോയവർ അമ്മച്ചിയുടെ ഉദവും വെക്കാൻ പോയി ഒരു പായ്ക്ക് ഇട്ടാട്ടെ. നമ്മൾ പ്രത്യാശയോടെ നമ്മളെ വളർത്തി നമുക്ക് യേശുവിനെയും തന്നിട്ട്
അങ്ങനെ വേല തികച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞു പോകുന്ന മാതാപിതാക്കൾ പർദീസായിലുണ്ട്, അവരൊക്കെ ഇവിടെ വരും. ഇതൊന്നും മനസ്സിലാക്കാതെ പെറുപൂർപ്പോടും പരിഭവത്തോടെ അകാലമൃത്യുവിനിരയായി വെള്ളം കിട്ടാത്തടത്ത് പോയി വിഷമിക്കുന്നവരുടെ ആ വിഷമം ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ചുമതലയാണ്. ഇന്ന് വാങ്ങിപ്പോയ എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് സെൻറ് ജോസഫ് ഹോമിൽ നിന്ന് വാങ്ങിപ്പോയ ആ വലിയ ഉറുപ്പുകാട്ടില്ലേ, വലിയ ഉറുപ്പുകാട്ടെ ഒരു അമ്മച്ചി, ഒരു മറിയാമ്മച്ചി എന്ന് ഓർക്കാൻ പോവാണ്. നമ്മുടെ എല്ലാ അമ്മമാരെയും എല്ലാവരെയും ഓർക്കാം. നമുക്ക് യേശുവിനെ അനുഗമിക്കുന്നതിൽ പരാജയം സംഭവിച്ചെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാം. നമുക്ക് യേശുവിനെ അനുകരിക്കാം. എല്ലാ കുർബാനയ്ക്കും വന്ന് കർത്താവിൻ്റെ ജീവൻ്റെ അപ്പമാൻ നമ്മളെ തന്നെ കൊടുത്ത് അവൻ നമ്മളെ വാഴ്ത്തി തിരികെ തന്ന് സന്തുഷ്ടി ഉണ്ടാകുവാൻ അത് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർത്താവിതാവിടെ ഈ ദീപത്തിലൂടെയും ഈ ധൂപത്തിലൂടെയും ഈ കുർബാനയിലൂടെയും പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അതിനായി നമുക്ക് എഴുന്നേൽക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ